ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്റർ 1146 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഒരു 6 സബ്സ്ക്രൈബേഴ്സ് കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു ടാർഗറ്റ് ക്രോസ് ചെയ്യും. അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ വാഗബോണ്ടിൻ്റെ വോളിയം 2 ആരംഭിക്കും. അപ്പോൾ നല്ല കട്ട സപ്പോർട്ട് തന്ന് നിങ്ങൾ കൂടെ ഉണ്ടാവണം. സോ ഗൈസ്, അപ്പം നമുക്കിനി സമയം കളയാതെ നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ഈ കോളോണിന്റെ ഷിപ്പിലേക്ക് വന്ന ഗുങ്കോയോട് അതിലുള്ള സ്ട്രോഹാർസി ചോദിക്കുന്നുണ്ട്, പണ്ടാരം അടങ്ങാനായിട്ട് നീ ഏതാ? ഇനി ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറിയവരുടെ കൂട്ടത്തിലുള്ളവൾ വല്ലതും ആണോ നീ? ഇപ്പൊ പെട്ടെന്ന് ഇത് കേട്ടിട്ട് കോളോൺ ഗുങ്കോയോട് ചോദിക്കുന്നുണ്ട്, ഓ അപ്പൊ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറിയ മനുഷ്യരിൽ ഒരാളാണല്ലേ നീ? സ്കൂളിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതും കൊട്ടാരത്തിലെ കാവൽക്കാരെ ഉപദ്രവിച്ചതും നീയൊക്കെ ചേർന്നല്ലേ? നീ എന്താ പറഞ്ഞ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറിയ മനുഷ്യരാണ് ഞങ്ങളെന്നോ? ഞങ്ങളൊക്കെ ദൈവങ്ങളുടെ സ്ഥാനത്തുള്ളവരാടാ എന്ന് പറഞ്ഞ് ഗുങ്കോ കോളോണിനെ തിരുത്തുന്നുണ്ട്. ഇപ്പം ഇത് കേട്ടിട്ട് നമ്മുടെ ഉസോപ്പ് ചോദിക്കുന്നുണ്ടേ, ദൈവമാണെന്നോ? ഇവളാ എനേരുവിനെ അതേപോലെ തന്നെ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെയൊക്കെ പോലെയാണല്ലോ സംസാരിക്കുന്നതെന്ന്. ഓഹ്, എനേരുവിനെ മെൻഷൻ ചെയ്തിരിക്കുന്നു ഗൈസ്. വീണ്ടും സ്കൈപ്പിയ റെഫറൻസ്. അല്ല, ദൈവങ്ങൾക്ക് എന്താ ഇപ്പം ഈ എൽബാഫിലെ കുട്ടികളെ കിട്ടിയിട്ട് കാര്യമെന്ന് നാമി ചോദിക്കുന്നുണ്ട്. അതെ, അവരൊക്കെ എൻ്റെ കൂട്ടുകാരാ. എങ്ങോട്ടേക്കാണ് നീ അവരെ കൊണ്ടുപോകുന്നത്? മര്യാദയ്ക്ക് അവരെ തിരിച്ചു തന്നു എന്ന് കോളോൺ ഗുങ്കോയോട് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് മര്യാദയ്ക്ക് സംസാരിക്കടാ ചെറുക്കാന്ന് ഗുങ്കോ കോളോണിനോട് പറയുന്നു. ഇപ്പം നമ്മുടെ ഫ്രാങ്കിയുടെ റിപ്ലിയുടെ ഒക്കെ നേരെ വന്ന ആ രാക്ഷസൻ മേഘത്തിനെ ഫ്രാങ്കി ആണെങ്കിൽ അവർ ലേസർ ഇട്ടിട്ട് അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. റിപ്ലിയുടെ കയ്യിലിരുന്നിട്ട് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്ന ലിലിത്തിനെയും ബോണിയെയും നമുക്ക് കാണാം. ഇപ്പൊ ഗുങ്കോ പറയുന്നുണ്ട്, ഇവിടുത്തെ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ എന്ത് ചെയ്യുക, ഈ കുട്ടികൾ ജയന്റ് സൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവരെ ഇവിടുന്ന് ഹോളി ലാൻഡിലേക്കുള്ള റൂട്ടിലേക്ക് ഇങ്ങനെ നടത്തി കൊണ്ടുപോകാനേ സാധിക്കുകയുള്ളൂ എന്ന്. ഹോളി ലാൻഡ് എന്ന് പറയുമ്പോൾ മെരി ജോയ്സിലേക്കോ എന്ന് നാമി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ ആണെന്നാണോ ഈ പറഞ്ഞു വരുന്നതെന്ന് ജിംബെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഉസോപ്പ് ആണെങ്കിൽ പറയുന്നുണ്ട്, നീ സെലസ്റ്റിയൽ ഡ്രാഗൺ ആണെന്നോ? അല്ല, നിന്നെ കണ്ടിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ള സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ ലുക്കൊന്നും അല്ലല്ലോ എന്ന്. എനിക്ക് തോന്നുന്നത് ഇവൾ അവരെക്കാട്ടിലും മുകളിലുള്ളതാണെന്നാ. ചിലപ്പോൾ ഗോഡ്സ് നൈറ്റിലെ അംഗമാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് ബ്രൂക്ക് പറയുന്നു. ബ്രൂക്കിനെല്ലാം വിശദമായിട്ട് അറിയാം, ആ പ്രായത്തിന്റെ എക്സ്പീരിയൻസ് കാണാതിരിക്കില്ലല്ലോ. അപ്പോൾ ഈ ബ്രൂക്ക് പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ആണെന്നുള്ള രീതി ഗുങ്കോയും പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ആരോ ഇങ്ങനെ വിടാൻ തുടങ്ങുകയാണ്. നിനക്കൊക്കെ അപ്പോൾ ഈ സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോയി അടിമകളാക്കാനുള്ള പ്ലാൻ ആണോ എന്ന് ഉസോപ്പ് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഗുങ്കോയുടെ ആരോ ഉസോപ്പിന്റെ നേരെയാണ് ചെല്ലുന്നത്. ഇപ്പൊ അത് കണ്ട് ഞെട്ടിയ ഉസോപ്പ് ചോദിക്കുന്നുണ്ട്, ഇതെന്തു പണ്ടാരമാണ് ഈ ആരോ? ഇതിപ്പോ എവിടുന്ന് വന്നു എന്ന്? നിന്റെ ഒന്നും പ്ലാൻ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാമി ഇപ്പൊ ഗുങ്കോയുടെ നേർക്ക് ചെല്ലുന്നുണ്ട്. നാമി ആണെങ്കിൽ സിയൂസിനെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ സിയൂസ് ആണെങ്കിൽ ആ സിൽമാറ്റ ആക്ടിൽ നിന്ന് നാമി നീ എന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പൊ ഉസോപ്പ് ആണെങ്കിൽ അയ്യോ ഈ ആരോ എന്റെ പുറകെ വരുന്നേ, എന്റെ അടുത്തൊന്ന് മാറിപ്പോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. ഇപ്പൊ തണ്ടർ ഷാർക്ക് ടെമ്പോ എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് നാമി ഗുങ്കോയ്ക്ക് നേരെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗുങ്കോയ്ക്ക് നേരെ എന്ന ആ ഇടിമിന്നലുള്ള മേഘത്തിനെ ഗുങ്കോ അവളുടെ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ വെച്ചിട്ട് നാമിക്ക് നേരെ തന്നെ തിരിച്ചു വിടുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് സിയൂസിനും മനസ്സിലാവുന്നില്ല. അപ്പോൾ സിയൂസ് നാമിയോട് പറയുന്നുണ്ട്, നാമി ഓടിക്കോ എന്ന് പറയുന്നുണ്ട്. ഇപ്പം നാമി ഓടുന്നത് നമുക്ക് കാണാം. മേഘമാണെങ്കിൽ പുറകെ ഉണ്ട്. ഇപ്പം ആ ഇടിമിന്നൽ വന്ന് ആർക്കോ ഏശി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം സിയൂസ് ആണെങ്കിൽ കിടന്ന് കരയുന്നുണ്ട്, അയ്യോ നാമി സോറി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് നാമിയുടെ ദേഹത്തല്ല, നമ്മുടെ ബ്രൂക്കിന്റെ ദേഹത്താണ് ഏശിയത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ സിയൂസിന് സമാധാനമായി. ഇപ്പോൾ ഗുങ്കോ പറയുന്നുണ്ട്, നമ്മുടെ ഈ ലോകം ഒരു സുപ്രഭാതത്തിൽ ഒറ്റയടിക്ക് അങ്ങ് അവസാനിച്ചു പോയേനെ. എന്താണ് സംഭവിച്ചതെന്ന് ഒരു മനുഷ്യർക്ക് യാതൊരു പിടിയും കിട്ടത്തില്ലായിരുന്നു. അങ്ങനെയായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷെ കുറച്ചുപേര് ഈ കാര്യം മുൻകൂട്ടി മനസ്സിലാക്കി അത് ഈ ലോകത്തിനെ അറിയിച്ചു. ഇപ്പൊ ഗുങ്കോ ഇത് പറയുമ്പോൾ ഈ സത്യങ്ങൾ ഈ ലോകത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒഹാരയിലെ ആ ക്ലോവറിനെയും പിന്നെ റോബിന്റെ അമ്മ ഒലീവിയെയും പിന്നെ ഈ സത്യങ്ങളെല്ലാം ബ്രോഡ്കാസ്റ്റിംഗ് വഴി ലോകത്തിനെ അറിയിച്ച വെഗാപങ്കിനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഉസോപ്പ് ഗുങ്കോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. സ്കൾ ബോംബ് ഗ്രാസ് വെച്ചിട്ട് ഉസോപ്പ് ഗുങ്കോയെ ചെതറിച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാം. എന്താടി സെലസ്റ്റിയൽ ഡ്രാഗൺസ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പേടിക്കുമെന്ന് കരുതിയത്, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഉസോപ്പ് ഒരേ മാസ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഉസോപ്പിന്റെ അറ്റാക്കിൽ ഗുങ്കോയുടെ അരയുടെ മേളിലേക്കുള്ള ബോഡി ഫുള്ള് ചെതറിത്തെറിച്ചു പോയിരിക്കുകയാണ്. ഉസോപ്പെ ഇത്രയ്ക്ക് വേണമായിരുന്നു എന്ന് നാമി ചോദിക്കുന്നുണ്ട്. അയ്യോ ഇവളുടെ പകുതി ശരീരം അങ്ങ് പോയല്ലോ, ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഐ ആം സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഉസോപ്പ് കടന്ന് മോങ്ങുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കിയാൽ 5 എൽഡേഴ്സിന്റെ ബോഡിയൊക്കെ റീജനറേറ്റ് ആയ പോലെ തന്നെ ഇവളുടെ ആ ചിതറിപ്പോയ ഭാഗങ്ങളെല്ലാം വീണ്ടും ജനറേറ്റ് ആയി വരുന്ന നമുക്ക് കാണാം. അപ്പൊ ഇത് കണ്ട് ഇവരെല്ലാം ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇപ്പൊ നാമി പറയുന്നുണ്ട്, അയ്യോ ഒരു നിമിഷത്തേക്ക് ഇവളുടെ കാര്യത്തിൽ എനിക്ക് കുറച്ച് വിഷമം തോന്നി, പക്ഷെ ദേ അവളുടെ ബോഡി റീജനറേറ്റ് ആവുന്നു, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു എന്ന്. അതെ, ഇങ്ങനെ ഈ ചത്തിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നു ആര്? ബ്രൂക്ക്.
എന്തായാലും ഇത് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇനി ഇതൊന്നും ആരെ കൊണ്ടും തടയാൻ സാധിക്കില്ല എന്ന് ഗുങ്കോ പറയുന്നുണ്ട്. ഫാസ്റ്റായിട്ട് ആ മുഖം സഹിതം റീജനറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ഉസോപ്പും നാമിയൊക്കെ കണ്ണ് തള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊന്നും ആരെ കൊണ്ടും തടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗുങ്കോ അടുത്ത അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ ആരോ ഉസോപ്പിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ചേടാ, ഈ പണ്ടാരം വീണ്ടും വരുവാണല്ലോ, അപ്പം നിന്റെ ടാർഗറ്റിന്റെ നേരെ ആദ്യം ഈ ആരോ ചെല്ലും അല്ലേ എന്നിങ്ങനെ ഉസോപ്പ് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ കാര്യം നീ എനിക്ക് വിട്ടേക്ക് ഉസോപ്പേ എന്ന് ജിംബെ പറയുന്നുണ്ട്. ഇപ്പൊ നോക്കിയാൽ നാമി ആണെങ്കിൽ ആരോ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതൊക്കെ കാണാം. ഇപ്പൊ ബ്രൂക്ക് ആണെങ്കിൽ പറയുന്നുണ്ടേ ഇവൾ എവിടെ അടിക്കും തൊഴിക്കുമോ എന്നൊക്കെ ഉള്ളത് ആദ്യമേ ഈ ആരോ കാണിച്ചു തരും. ഇതെന്ത് മണ്ടൻ പവറാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഗുങ്കോ പറയുന്നുണ്ട് ഈ ലോകത്തെ തന്നെ വിഴുങ്ങാൻ പോകുന്ന ഒരു വലിയ യുദ്ധം തുടങ്ങാൻ പോവാ, അതിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ആ യുദ്ധം നടക്കുമ്പോൾ ഈ എൽബാഫിലെ ജയൻസ് ആരുടെ പക്ഷത്ത് നിൽക്കുമെന്നുള്ളത് ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ തീരുമാനിക്കാനുള്ള ഒരു വലിയ ഫാക്ടർ ആയിരിക്കുമെന്ന് ഗുങ്കോ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡോറിയുടെയും ബ്രോഗിയുടെയും നേതൃത്വത്തിലുള്ള ജയൻസിന്റെ ആർമി ആ മോൺസ്റ്റേഴ്സിനെയൊക്കെ വെട്ടി തുണ്ടമാക്കുന്നത് കാണാം. അതേപോലെ അണ്ടർവേൾഡിൽ നമ്മുടെ ലോക്കിയും ലൂഫിയും കൂടെ ഉള്ള ഫുഡെല്ലാം കൂടെ അടിച്ചു കയറ്റി വീപ്പക്കുറ്റി പോലെ വീർത്തവിടെ കിടപ്പുണ്ട്. ഇപ്പൊ ഈ ഗുങ്കോ പറഞ്ഞതെല്ലാം കേട്ടിട്ട് നാമി ചോദിക്കുന്നുണ്ട് ഈ മുഴുവൻ ലോകത്തിനെയും ബാധിക്കുന്ന ഒരു യുദ്ധം ഉണ്ടാവുമെന്നാണോ നീ പറയുന്നത്? അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ ജിംബെ ചോദിക്കുന്നുണ്ട് ആ യുദ്ധത്തിലപ്പോൾ ഈ എൽബാഫിലുള്ളവർ നിങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടിയാണോ നിങ്ങളിപ്പോൾ എൽബാഫിനെ നിങ്ങളുടെ കൺട്രോളിലാക്കാൻ നോക്കുന്നത്? അതേപോലെ ആ പ്ലാൻ നടക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടുത്തെ കുട്ടികളെ ബന്ദിയാക്കി വെക്കുന്ന ഒരുമാതിരി നാണം കെട്ട പരിപാടിയാണെന്ന്. ഇപ്പൊ ഗുങ്കോ പറയുന്നുണ്ട് ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ ഡ്യൂട്ടിയാണെന്ന്. അതേപോലെ തന്നെ ആ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അതിനൊന്നും ഒരു വില കൊടുക്കുന്നില്ല, അവർ ചത്തുപോയി കഴിഞ്ഞാൽ എനിക്കൊരു സീനും ഇല്ല എന്ന്. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ കോളോണിന് ശരിക്കും പൊളിഞ്ഞു. അവനൊരു വാളെടുത്തിട്ട് ഗുങ്കോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അവളാണെങ്കിൽ ആരോ വെച്ചിട്ട് നമ്മുടെ കോളോണിനെ വരിഞ്ഞങ്ങ് മുറുക്കി. ഇപ്പൊ ജിംബെ ആണെങ്കിൽ ഗോസൻമായി ഗവര എന്ന് പറഞ്ഞൊരു അറ്റാക്ക്, അതായത് 5000 ടൈൽ സ്ട്രൈക്ക് ഗുങ്കോയെ പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതേപോലെ ബ്രൂക്ക് ആണെങ്കിൽ ഗാവറ്റ് എന്ന് പറഞ്ഞൊരു അറ്റാക്ക്, അത് വാളും കൊണ്ട് ഗുങ്കോയുടെ നേരെ ചെല്ലുകയാണ്. ഇപ്പൊ ഗുങ്കോ ആണെങ്കിൽ അവളുടെ ആരോയുടെ പവർ വെച്ച് ഇവരുടെ രണ്ടുപേരുടെ അറ്റാക്ക് ഇവർക്ക് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളുന്ന രീതിക്ക് വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. ഇപ്പൊ ജിംബയുടെ ആ പഞ്ച് ബ്രൂക്കിനും ബ്രൂക്കിന്റെ വാള് കൊണ്ടുള്ള കുത്ത് ജിംബേക്കും കിട്ടുന്നത് നമുക്ക് കാണാം. നാമിയുടെ നേർക്കൊരു ആരോ ചെല്ലുന്നുണ്ട്. ഇപ്പൊ ആ ചെന്ന അതേ ഡയറക്ഷനിൽ തന്നെ ഗുങ്കോ നാമിക്കിട്ടൊരു കിക്കും കൊടുക്കുന്നുണ്ട്. ഉസോപ്പ് ആണെങ്കിൽ ഗുങ്കോനെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ ഗുങ്കോ നൈസാ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ആരോ ആണെങ്കിൽ ഉസോപ്പിന്റെ മുഖത്തിന് നേരെ തന്നെയാണ് വരുന്നത്. ഇപ്പൊ നോക്കിയാൽ അതേ ഡയറക്ഷനിൽ ഉസോപ്പിന്റെ ചെവിക്കല്ല് തീർത്ത് ഗുങ്കോ മുട്ടുകാലി കയറ്റി ഒരു കിക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിയാൽ ആ കോളോണിന്റെ ബോട്ടിലുള്ള എല്ലാവരെയും ഗുങ്കോ ഏകദേശം നിലംപരിശാക്കിയിട്ടുണ്ട്. ഇനി ഗോഡ് നൈറ്റ്സ് എന്തോ ബ്രോഡ്കാസ്റ്റിംഗ് നടത്താൻ പോവാണ്. അവര് പരസ്പരം ഡെൻഡൻ മുഷിയിൽ സംസാരിക്കുന്ന നമുക്കിപ്പോ കേൾക്കാം. ഇപ്പൊ അവര് ചോദിക്കുന്നുണ്ട് അവിടെ എല്ലാം റെഡി അല്ലേ കില്ലിംഗ്ഹാം, നമുക്ക് ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയാലോ എന്ന്. ഇപ്പൊ കില്ലിംഗ്ഹാം പറയുന്നു എൽബാഫിൽ ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വളരെ കുറവാണ്. പക്ഷെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സംഭവം ഇവർ ഇവിടുത്തെ എല്ലാ വില്ലേജസിന്റെയും പ്രധാന പോയിന്റിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തൂടെ ട്രാൻസ്മിഷൻ നടത്താൻ പറ്റും എന്ന് കില്ലിംഗ്ഹാം പറയുന്നു. ഇപ്പൊ നമ്മളെ വാൾഡർ സ്കൂൾ കാണിക്കുന്നുണ്ട്. അവിടെ ആൻജെ ആണെങ്കിൽ അയ്യോ പ്രിൻസിപ്പൽ കിബ എന്നിങ്ങനെ വിളിക്കുന്നത് നമുക്ക് കേൾക്കാം. കില്ലിംഗ്ഹാം കിബയുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഇപ്പൊ കിബ ഇട്ടിരിക്കുന്ന പടച്ചട്ടയിലെ മുള്ളുകൾക്ക് ഭയങ്കര മൂർച്ചയാണല്ലോ എന്ന് കില്ലിംഗ്ഹാം പറയുന്നുണ്ട്. പക്ഷെ ഫൈനലി കില്ലിംഗ്ഹാം കിബയെ മലർത്തി അടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ആൻജെ ആണെങ്കിൽ ഇത് കണ്ടിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ ഉറക്കം വിളിക്കുന്നുണ്ട്. പക്ഷെ ആൻജയൊക്കെ ആണെങ്കിൽ അവളുടെ ശരീരം അനക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ ആൻജയെ ഈ തളർത്തി ഇട്ടേക്കുന്നത് കില്ലിംഗ്ഹാമിന്റെ പവർ വെച്ചിട്ടാണ്. കില്ലിംഗ്ഹാം അവളോട് പറയുന്നുണ്ട് നീ എഴുന്നേക്കാൻ നോക്കണ്ട, നിന്റെ ബോഡി ഞാനിപ്പോ സ്ലീപ്പ് മോഡിൽ ഇട്ടിരിക്കുകയാണെന്ന്. ഇപ്പൊ എൽബാഫ് മുഴുവൻ ബ്രോഡ്കാസ്റ്റിംഗ് നടത്താൻ കില്ലിംഗ്ഹാം പറഞ്ഞ വഴി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ വാൾഡർ സ്കൂളിൽ ഒരു വലിയ സ്നെയിൽ ഇരിപ്പുണ്ട്. നമ്മൾ മുൻപ് ഒരു ചാപ്റ്ററിൽ കണ്ടിരുന്നല്ലോ ടെലിഡിക്ഷൻ സ്നെയില്. അപ്പൊ അതിന്റെ പേര് ഡെങ്കോ മുഷി എന്നാണ് പറയുന്നത്, ഡെൻഡൻ മുഷി അല്ല. കില്ലിംഗ്ഹാം ആണെങ്കിലും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്ന്. എന്നിട്ട് കില്ലിംഗ്ഹാം അവന്റെ കയ്യിലിരിക്കുന്ന ട്രാൻസ്പോണ്ടർ സ്നെയില് ഈ ഡെങ്കോ മുഷിയുടെ അടുത്തേക്ക് ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് സോമേഴ്സിനോട് പറയുന്നുണ്ട് നീ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അതെന്തായാലും ഇപ്പൊ ഈ എൽബാഫിലുള്ളവർ മുഴുവൻ കേൾക്കുമെന്ന്. അപ്പൊ ഒരു ട്രാൻസ്പോണ്ടർ സ്നെയിലിൽ കൂടെ പറയുന്ന ആ ഒരു വോയിസ് സിഗ്നല് എൽബാഫ് മുഴുവൻ എത്തിക്കാൻ വേണ്ടിയായിരിക്കും ഈ ഡെങ്കോ മുഷി ഉപയോഗിക്കുന്നത്. ഇപ്പൊ സോമേഴ്സ് ആണെങ്കിൽ കില്ലിംഗ്ഹാമിനോട് പറയുന്നുണ്ട് ഞാൻ സംസാരിക്കാം അവിടെ, പക്ഷെ നിക്ക് ഒരു മിനിറ്റ്, ഞാനിവിടെ ഒരു ഫൈറ്റിന്റെ ക്ലൈമാക്സിൽ നിൽക്കുക. ആളൊരു പഴയ വൈസ് അഡ്മിറലാണ്. ഇവൻ ആ ഒഹാര ഇൻസിഡന്റിൽ പെട്ട് ചത്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയിരുന്നതെന്ന്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോളിനെ ആ മുള്ളുകളും കൊണ്ട് ആകെ പരിക്കേൽപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് സോമേഴ്സ്. ഇപ്പം സോളാണെങ്കിൽ റോബിനോടും ജോപ്പറിനോടും പതുക്കെ പറയുന്നുണ്ട് ഒരു കാരണവശാലും നിങ്ങളിപ്പോൾ എൻ്റെ മുടിയുടെ ഇടയിൽ നിന്ന് ഇറങ്ങി വരരുത്, അവിടെ തന്നെ ഒളിച്ചിരുന്നോണമെന്ന്. ഞാൻ ഈ കുട്ടികളുടെ സുരക്ഷ ഇനി നിങ്ങളെ രണ്ടുപേരെ ഏൽപ്പിക്കുകയാണെന്ന് സോള് പറയുന്നുണ്ട്. ഇപ്പൊ എന്റെ നേരെ നിന്റെ ഫുള്ള് ശക്തി എടുത്ത് വാടാന്നിങ്ങനെ സോമേഴ്സ് സോളിനോട് പറയുന്നുണ്ട്. എന്നിട്ട് ഫൈനൽ അറ്റാക്കിൽ സോമേഴ്സ് സോളിനെ അവിടെ അടിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പൊ സോമേഴ്സ് പറയുന്നുണ്ട് സ്കൂള്
ലൈബ്രറി ഇങ്ങനെ സമാധാനപരമായിട്ട് ഒതുങ്ങിക്കൂടാൻ നിന്നെ കൊണ്ടൊക്കെ എങ്ങനെ കഴിയുന്നു? എടാ നീയൊക്കെ വാരിയേഴ്സാണ്. ഒരു കാലത്ത് നിങ്ങളുടെ ഈ അസാമാന്യമായ കരുത്തുകൊണ്ട് നിങ്ങൾ ജയൻസ് ഈ ലോകം തന്നെ പിടിച്ചു കുലുക്കിയവരാണ്. നീയൊക്കെ ഞങ്ങളുടെ കീഴിൽ സോൾജേഴ്സായിട്ട് സേവനം ചെയ്യേണ്ടവരാണ്. എന്താ അങ്ങനെയല്ലേ കിങ് ഹരോൾഡ്? അതല്ലേ അതിന്റെ ശരി? ഹരോൾഡ് രാജാവ് ആ നാറി ഇതെല്ലാം ഇപ്പൊ ഇത്രയും പ്രശ്നത്തിലാവാൻ കാരണം അവൻ ഒറ്റ ഒരുത്തനാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ് സോമേഴ്സ് ഇങ്ങനെ കലിപ്പിൽ നിൽക്കുകയാണ്. അപ്പൊ എൽബാഫ് കണ്ട ഏറ്റവും മഹാനായ ആ രാജാവ് എന്താകും ശരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നൊരു എഡിറ്റേഴ്സ് നോട്ടിലാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. ആ മഹാനായ എന്നുള്ളതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സംതിങ് ഫിഷി. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.